തിരുവോണത്തിലെ എൻ്റെ അടുക്കളയും മറ്റു വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഒരു സാമ്പാറിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. തുവരപ്പരിപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് വീണ്ടും വെള്ളമൊഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വേവിക്കാനായി അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചു. അടുപ്പൊക്കെ കൂട്ടി രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ചോറ് അടുപ്പത്തിട്ടു. ഒപ്പം തന്നെ ഇഡ്ഡലി കൂടി പകർന്ന് അടുപ്പത്ത് വെച്ചു. പിന്നെ എൻ്റെ കുഞ്ഞടുപ്പിൽ സാമ്പാറിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പരിപ്പും ചേർത്ത കൂട്ട് വെച്ചു. അതിനുശേഷം ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു. ക്യാരറ്റ് കുറച്ച് കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. മോന് ഒരുപാട് ഇഷ്ടമാണ് ക്യാരറ്റ്. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു, ഒരു ഗ്ലാസ് അളവിൽ. അതിനുശേഷം അതും അടുപ്പത്ത് വെക്കാനായി തയ്യാറാക്കി വെച്ചു. ഓലനുള്ള കഷ്ണങ്ങളെടുത്ത് അതിൽ പച്ചമുളക് കീറിയിട്ട് ഉപ്പും കൂടി ചേർത്തു. ഇളം മത്തനാണ്, നല്ല രുചിയാണ് ഇതിൻ്റെ ഓലൻ. വേറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം കൂടെ ചേർത്ത് വെച്ച് അതും റെഡിയാക്കി വെച്ചു. ഒരു പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ പറന്ന് വെണ്ടയ്ക്ക് നല്ല പോലെ ആവി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു സാമ്പാർ സദ്യ സാമ്പാറാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളിയും ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 2 ടീസ്പൂൺ അളവിൽ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അവിയലിനുള്ള തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ച് തൈരും കൂടെ ചേർത്ത് അവിയൽ റെഡിയാക്കി. നല്ല സ്വാദുള്ള ഒരു അവിയലാണ്. സദ്യക്കായിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. നല്ല ഒരു രുചിയായി വന്നിട്ടുണ്ട്. പുളിയും ഉപ്പും പാകമാവണം എപ്പോഴും അവിയലിന്. പരിപ്പൊക്കെ വെന്ത് വന്നു. ഇനി ഈ വെന്ത പരിപ്പിനെ ഞാനൊന്ന് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോഴാണ് സാമ്പാറിന് നല്ല രുചി ഉണ്ടാവുക. ആ പരിപ്പ് വെന്ത വെള്ളത്തിലേക്കാണ് ഞാൻ ഈ ഒരു കഷ്ണങ്ങളൊക്കെ കഴുകി വാരി ഇട്ട് കൊടുക്കുന്നത്. വെണ്ടയ്ക്കയും തക്കാളിയും വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുരട്ടി വെച്ചു. ചോറ് വെന്തോ നോക്കി. മട്ടയരിയുടെ ചോറാണ് ഇവിടെ എല്ലാവർക്കും, അതാണ് ഇഷ്ടം. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്തു. ഇനി വെണ്ടയ്ക്കയും തക്കാളിയും പൊടികളും ചേർത്ത് വറുത്തതും കൂടെ പരിപ്പ് അരച്ചതും കൂടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് പുളി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നാളികേരം ഞാൻ ചേർക്കാറില്ല, സദ്യക്ക് ചേർക്കാറില്ല. സാമ്പാർ മല്ലിയില കൂടെ ചേർത്തുകൊണ്ട് നല്ല ചുവന്ന സാമ്പാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തിരുവോണ സദ്യക്ക് ശരിക്കും സാമ്പാർ മാത്രം മതി, അത്ര രുചിയാണ് ആ സാമ്പാറിന്. ഓലനും റെഡിയാക്കിയ ശേഷം ഞാൻ ഉപ്പേരി വയ്ക്കാൻ പോയി. അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത വെളുത്തുള്ളി, ചുവന്നുള്ളി, വലിയ മുളക് അത് നല്ലപോലെ മൊരിഞ്ഞ ശേഷം എണ്ണയിൽ മൊരിഞ്ഞ ശേഷം കുറച്ച് കടുക് കൂടെ ചേർത്തിട്ടുണ്ട്. പയർ കൊട്ടിക്കൊടുത്തു. വീട്ടിലുണ്ടായ നാടൻ പയറായതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് ഈ പയറിന്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ആ പയർ നല്ലപോലെ വെന്ത് കിട്ടുക. എന്നിട്ടത് അടച്ചു വെച്ച് വേവിച്ച് ഉപ്പേരിയാക്കി. ഉപ്പെപ്പോഴും ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പയറിൽ ഉപ്പ് അങ്ങനെ പിടിക്കില്ല, നോക്കി വേണം ഉപ്പ് ചേർക്കാൻ. ഇങ്ങനെ ഉപ്പേരി കൂടെ റെഡിയാക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ട് ഞാൻ ചോറ് വാർത്തു. ചോറ് വാർത്തിട്ട് ഉപ്പേരിയൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. അതിനുശേഷം പപ്പടം കാച്ചാൻ തീരുമാനിച്ചു. എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. അപ്പോൾ വീതനപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുപ്പിൻ്റെ സൈഡൊക്കെ ഞാൻ അടുപ്പ് തണുത്ത ശേഷമേ തുടച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അതാ അടുപ്പിൽ വയ്ക്കുന്ന ചീനച്ചട്ടിക്ക് വലിയ കളറൊന്നുമില്ല. പപ്പടം എപ്പോഴും നല്ലോണം ചോക്കനെ കാച്ചണം, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പപ്പടം മൂത്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. പായസത്തിൻ്റെ ഒപ്പം കുറേ പപ്പടം വേണം, നല്ല രുചിയാണ് പായസത്തിൻ്റെ ഒപ്പം പപ്പടവും കൂട്ടി കഴിക്കാൻ. ഇപ്പോൾ 8 മണി കഴിഞ്ഞു, 8:10 ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി. ഇനി ഒരു ചമ്മന്തി അരയ്ക്കണം. പയറുപ്പേരിയും മറ്റ് കൂട്ടുകളും ചോറും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പരിപ്പും നെയ്യും കൂടി ആദ്യം വിളമ്പേണ്ടതും കൂടി റെഡിയാക്കി വെച്ചു. പുളിയിഞ്ചിയും കാളനൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് വറുത്തതും. ഇനി ഞാൻ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലെല്ലാം അടുപ്പത്ത് വെച്ചു. പാല് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അട ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അട കുറുകി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വേവണം അട, അല്ലെങ്കിൽ പായസവും വെള്ളവും വേറെ വേറെ നിൽക്കും. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് ഏലക്ക പൊടിച്ചതും ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണം. അപ്പം അങ്ങനെ പായസം, രുചികരമായ പാലട പായസം റെഡി ആയിട്ടുണ്ട്.
സദ്യക്കുള്ള എല്ലാ വട്ടങ്ങളും ഒക്കെ അടച്ചു വെച്ചു. 11:30 സദ്യ വിളമ്പണം. അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയെല്ലാം ഞാൻ ക്ലീനാക്കിയിട്ടു. പാത്രങ്ങളെല്ലാം കഴുകി അതാത് സ്ഥാനത്ത് വെച്ചു. മോൻ മാദേവരെ നേദിക്കുകയാണ്. മാദേവർക്കുള്ളതെല്ലാം കൊടുത്തു. അപ്പോഴാണ് ഹംസാക്ക വന്നത്. ഹംസാക്ക എല്ലാ വർഷവും ഇവിടുന്ന് ഓണസദ്യയും പായസമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ 5 പേരും കഴിക്കാനായിട്ട് റെഡിയായി. അവർ 4 പേരും കഴിച്ചു. അച്ഛനും ഹസ്ബൻഡും മോനും മോളും. പിന്നെ എനിക്കുള്ള സദ്യ എൻ്റെ മോനാണ് വിളമ്പി തന്നത്. അങ്ങനെ ഞാനതൊക്കെ കഴിച്ചു. വൈകുന്നേരത്തേക്ക് കുറച്ച് ചോറും സാമ്പാറും അവിയലും മാത്രമേ ഉള്ളൂ. അച്ഛൻ ഓണസദ്യ കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ വലിയച്ഛൻ്റെ അടുത്ത് പോയി ഓണത്തേവരെ കണ്ടു. ഓണസദ്യയൊക്കെ ഉണ്ട ശേഷം വലിയച്ഛൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അവിടെയാണ് ഓണത്തേവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഓണത്തേവരെ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ആ ഓണത്തേവരെയൊക്കെ ഞാൻ കണ്ടു. തിരുവോണത്തിൻ്റെ അന്ന് വരുന്ന തേവരാണ് ഓണത്തേവർ. അത് കഴിഞ്ഞ് വല്യമ്മയുടെ അടുത്തേക്ക് പോയി. എനിക്ക് ഇടയ്ക്കൊക്കെ വല്യമ്മയെ കാണണം, വല്യമ്മയ്ക്ക് എന്നെയും കാണണം. അങ്ങനെ വല്യമ്മയോട് കുറേ കഥകളൊക്കെ പറഞ്ഞു. ഓണസദ്യ ഉണ്ടാക്കിയതിനെ പറ്റിയും മക്കളുടെ വിശേഷങ്ങളും നാട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ എന്നോട് ചോദിക്കും. ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ വല്യമ്മയ്ക്ക് ഒരുപാട് അറിവുകളുണ്ട്, അതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. എത്ര പറഞ്ഞാലും വല്യമ്മയ്ക്ക് മതിയാവില്ല. അത്രയും കാര്യങ്ങൾ എനിക്കെന്നും പറഞ്ഞു തരും. എത്ര തിരക്കിനിടയിലും ഞാൻ ചിലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വല്യമ്മയെ ചെന്ന് കാണാറുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വെയിൽ വന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നു. അപ്പോൾ മാദേവർ അവിടെ ഇരിപ്പുണ്ട്. വെയിൽ കാണാൻ നല്ല രസം. വല്യമ്മയുടെ പാട്ട് കൂടെ ചേർന്നു. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 വണ്ടിയാണ്ടുണ്ണിയായിട്ടും പോയി, തന്നെ താൻ അഭിമാനിച്ചു പിന്നടങ്ങി, തന്നെ തന്നെ അറിയാതെ കഴിയുന്നു. എത്ര കാലമിരിക്കുമെന്നും സത്യമോണമിക്കേതും അറിയില്ലല്ലോ. വീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടെന്നേ കാണുന്നു. അരും നേർത്തു പോകും പാവം ശിവ ശിവാന.